അവളായിരിക്കുമെന്ന് തോന്നുന്നു. ഹായ് അനു. ഹായ് ഡി. എന്താ നിനക്ക് ഇത്രയും ലേറ്റ് ആയത്? അത് ഞാൻ എന്തെന്ന് പറയാനാ. എന്തേ? നീ വന്നേ, ഇരിക്ക്, ഞാൻ ഹെവി വർക്കാണോ? പറയടി. അതെന്തിനാടി ചോദിക്കുന്നേ? എന്റെ ഓഫീസിൽ ആ പുതിയ മാനേജർ മൊട്ടത്തലേനുണ്ടല്ലോ, ഹെവി വർക്കാ തരുന്നത്. അയാൾക്ക് എപ്പോ നോക്കിയാലും ഒരു വൃത്തികെട്ട് തുറച്ചു നോട്ടോ. അയാളെ കൈകാര്യം ചെയ്യുന്നതിന് എനിക്ക് സമയം മതിയാവുന്നില്ല. ഈ മാസം എനിക്ക് ഇൻക്രിമെന്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. എടി എൻജോയ് ചെയ്യടി. എന്ത് എൻജോയ്? എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരു കത്തി എടുത്ത് അയാൾ അങ്ങ് കുത്തി കയറ്റിയാലോന്ന് തോന്നി. സൂക്ഷിച്ചടി, കൊലക്കേസിൽ പിടിച്ച് അകത്തിടും. നിന്നെ സൈറ്റ് അടിച്ച് അവന് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇനി മേലാൽ അയാൾ അങ്ങനെ എന്നെ നോക്കിയാലുണ്ടല്ലോ, പെപ്പർ സ്പ്രേ എടുത്ത് കണ്ണിലടിക്കും ഞാൻ. എന്താടി, എപ്പോഴും ഞാൻ വന്നിട്ടല്ലേ നീ ചായ ഇടാറ്? ഇപ്പൊ നീ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടല്ലോ. അതെനിക്ക് വല്ലാത്തൊരു തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ വേണമെങ്കിൽ വേറെ ഇട്ട് കുടിച്ചോ. എനിക്ക് ചായ ഒന്നും വേണ്ട. എന്തടി, നിന്റെ മാനേജർ നിന്നെ ടെൻഷൻ ആക്കിയെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? നീയല്ലേ അയാളെ കൂളാക്കേണ്ടത്. അതെ അതെ, അയാളെ ഞാൻ ഇനി കൂളാക്കുകയും ചെയ്യണമല്ലേ. അയാളൊരു ഫൂളാടി. നീ അയാള് ഫൂളാന്ന് പറയുന്നു, ചെയ്യുന്ന കാര്യം കേട്ടാ അയാൾ നിന്നെ ഫൂളാക്കുമെന്നാ തോന്നുന്നു. അല്ലടി അനു, അയാള് ശരിക്കും ഒരു സൈക്കോ ആണ്. എപ്പോ നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ആളുകളൊക്കെ സൈക്കോനെ പോലെ തന്നെ ഉണ്ടാവുക. ഒരല്പം സ്ഥലം കൊടുത്താൽ മതി, അത്ര തന്നെ. സൈക്കിൾ ഗ്യാപ്പിൽ സൈലന്റ് ആയി ജോലി ചെയ്തു പോവും. പിന്നെ നമ്മളാ വേലയില്ലാണ്ട് തെണ്ടേണ്ടത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ബാക്കിയുള്ള ചായയെ ചൂടാക്കി കുടിക്കും. സാമ്പാർ ഒഴിക്കടി. സാമ്പാർ വേണ്ടടി, ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മതി. അല്ല, നിന്റെ എക്സ് ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവനെ പറ്റിയൊന്നും ചോദിക്കല്ലടി. അവൻ അവന്റെ ജോലി തീർന്നപ്പോ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഇതുവരെയും ഒരു ഫോണുമില്ല, മെസ്സേജുമില്ല. ദിസ് ഇസ് നോട്ട് ലവ് ഡി, ദിസ് ഇസ് ഓൺലി ഫോർ ലസ്റ്റ്. എടി, ആമ്പിള്ളേർ അങ്ങനെ ഉണ്ടാവുക. നമ്മള് വേണം അതൊക്കെ മനസ്സിലാക്കാൻ. എന്റെ എക്സ് ജോയിന് നിനക്കറിയാലോ. പേരില് മാത്രമേ ജോയ് ഉള്ളൂ, ഒരു എൻജോയ്മെന്റും ഇല്ല. ഈ 90s കിഡ്സിനെ പോലെ തൊട്ട് സംസാരിക്കില്ല, റൊമാൻസ് ചെയ്യില്ല. പല ആമ്പിള്ളേർ ഇതുപോലത്തെ ബൂമർ ആയിരിക്കും എടി. അതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോ ഫ്രീ ബേർഡ് ആടി. ഐ ലൈക്ക് ലോൺലിനെസ്. ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. മതിയോ? എടി, ഒരെണ്ണം കൂടെ കഴിക്ക്. ഇല്ലടി, മതിയടി, എനിക്കൊരു അസൈൻമെന്റ് ഉണ്ട്. സോ അതിപ്പോ പോയി ചെയ്യണം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. ശരി, നീ കഴിക്ക്. ശരി, ഞാൻ ചെല്ലട്ടെ. അവൾ എത്തിയോ? മനസമാധാനത്തോട് റീൽസ് പോലും കാണാൻ സമ്മതിക്കില്ല. ഹായ് ഡി.
ഉം. എന്താ? ഒന്നുമില്ല, വാ. ഏ ഇതിൽ എന്തൊരു ഷുഗർ ആടി ഇട്ടിരിക്കുന്നത്? എനിക്ക് കറക്റ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. നിനക്ക് കറക്റ്റ് ആയിരിക്കും. എടി അനു, ഉം. എന്റെ വീട്ടിൽ എന്നെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? എപ്പോഴത്തെയും പോലെ തന്നെ ചെക്കന്റെ വീട്ടുകാരെന്നെ കാണാൻ വരുമെന്ന്. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് പോണം. എന്നാ പോയിട്ട് വാ. എന്തോന്ന് പോയിട്ട് വാ, ഭയങ്കര ബോറാടി. എന്തായാലും അവര് നോക്കി വെച്ച ചെക്കൻ ബൂമർ ആയിരിക്കും. സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പെണ്ണ് കാണലൊക്കെ ഓൾഡ് സ്റ്റൈലാടി. പിന്നെ എങ്ങനെയാ? നിന്റെ നാട്ടിലെ മാട്രിമോണിയൽ ആപ്പിൽ നോക്കാൻ പറയട്ടെ? ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആപ്പ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. എന്താടി നീ എന്നെ ടീസ് ചെയ്യാല്ലേ? ഉം. ഈ ഫൂൽ എന്റെ ബോയ് ബെസ്റ്റി ചാംസ് ഉണ്ടല്ലോ, അവനൊരു ഫ്രോഡാടി. ഇന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോ ഈ കാര്യം ഞാൻ അവരോട് പറഞ്ഞു നോക്കി. എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ ആ റാസ്കൽ കൂളായിട്ട് ഓക്കെ യു ഗെറ്റ് മാരിഡ് ബട്ട് ഡോണ്ട് ഫർഗെറ്റ് മൈ റിലേഷൻഷിപ്പ് എന്ന് പറയാടി. ഗായത്രി, ചാംസ് നിനക്ക് ആരാണെന്നാ പറഞ്ഞ? മൈ ലവബിൾ ബെസ്റ്റി. സോ വാട്ട്? യെസ് ഡി, അവൻ നിന്റെ ബെസ്റ്റിയാ. അതുകൊണ്ട് അവൻ കറക്റ്റ് ആയ ജോലി നോക്കുന്നത്. അവൻ നിന്റെ ലവർ അല്ലല്ലോ. അത് ശരിയാ, ബട്ട് എന്നാലും നീ ഒന്നും പറയണ്ട, കപ്പിങ് താ. അയ്യോ, ഇത് പോന്നില്ലല്ലോ. എന്താടി, ആരാ? ആ വൃത്തിയായിട്ട മാനേജർ അടി. എന്താ, ഫോണിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? അങ്ങനെയൊന്നും ഇല്ലടി. അയാൾ ഒരിക്കലും എന്നെ ഫോൺ ചെയ്യാറൊന്നുമില്ല. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ. ഇപ്പൊ എന്തിനാ ഫോൺ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാതെ. എടി, എടുത്ത് സംസാരിക്കടി. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഹലോ സർ, I checked all the mails, sir. I've done the full correction, sir. My team member Naveen has submitted the project, sir. Okay, sir. Okay. Okay, thank you, sir. Yeah, thank you so much, sir. എന്താ അത്ര ആ വൃത്തിയേട്ടവന്? അവനോട് സംസാരിക്കാൻ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നു? ഓ ഗോഡ്, ഈ US മെയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്ഷൻ ചെയ്യാനുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് എന്റെ ടീം മെമ്പർ നവീനോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. അതിലെന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ബഹളം വെക്കുന്നത്. എടി, ഒരു 10 മിനിറ്റ് നിന്റെ ലാപ്ടോപ്പ് ഒന്ന് തരുമോ? ഗായു, എനിക്കല്പം വർക്കുണ്ടടി. എന്ത്? ഒരു 10 മിനിറ്റ്സിൽ എന്താ സംഭവിക്കുക? എനിക്ക് ജോലിയുണ്ട്. അയ്യോ, ഇവളെ കൊണ്ട് ഹലോ സർ, എററൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് സർ. മെയിൽ ചെക്ക് ചെയ്തോളൂ സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ സർ. ശരി, ലാപ്ടോപ്പ് മെയിൽ അയച്ചില്ലേ? മെയിൽ ഒന്ന് വന്നോട്ടെ, നീ എന്തിനാ ധൃതി പിടിക്കുന്നേ? എടി, എനിക്ക് ജോലിയുണ്ടെടി. ചെയ്തു കഴിഞ്ഞു. ശരി, ഇങ്ങോട്ട് താ. എടി, ഒന്ന് നിക്ക്. ഞാനൊന്ന് നീ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ഫ്രണ്ട് ശ്വേത എന്തോ മെസ്സേജ് ഞാൻ നോക്കിക്കോളാന്നേ. എടി, ഒന്ന് നിക്കടി. അവള് കഴിഞ്ഞ തവണ ഒരു ട്രിപ്പിന് പോയില്ലേ? അതിനെ കുറിച്ചൊന്നും ഞാൻ നിക്ക്, ചോദിച്ചിട്ട് തരാം. എടി, മനസ്സിലാക്കി താടി. എടി, ഒന്ന് നിക്ക്. എടി, താടി. ഞാനൊന്ന് നിക്കടി.
മഹാഭാവി. എടി അനു, എന്താടി ഇത്? അവളാണ് നിനക്ക് ഈ വീഡിയോ അയച്ചത്? ഇല്ല ഗായു, അത് പിന്നെ നിക്ക്. എന്താടി ഇത്? ദിവസവും ഇത് തന്നെയാ കണ്ടോണ്ടിരിക്കുന്നേ? നീ പറഞ്ഞ അസൈൻമെന്റ് ഇതായിരുന്നു അല്ലേ? അയ്യോ ഗായു, അങ്ങനെയൊന്നും ഇല്ലടി. എപ്പോഴെങ്കിലും, ഡെയിലി ഒന്നും കാണാറില്ലടി. ദാ നോക്ക്, എന്താണെങ്കിലും ഇത് തെറ്റ് തന്നെയാ. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് കേട്ടോ. സോറിടി, എപ്പോഴെങ്കിലും ഞാൻ കാണാറുള്ളൂ. നോ അനു, നീ ഇതിന് അഡിക്റ്റ് ആവല്ലേ. യു പ്ലീസ് അവോയ്ഡ്. അല്ല, അവക്കെങ്ങനെ ഈ ലിങ്ക് ഒക്കെ കിട്ടുന്നേ? അത് അവളുടെ ലവർ ഷെയർ ചെയ്യൂ അത്രേ. അവര് രണ്ടുപേരും കാണാറുണ്ട്. ഇത് നിനക്ക് ആവശ്യമാണോ? അവര് ലവേഴ്സ് തമ്മിൽ എന്തോ ആവട്ടെ, നീ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതെന്താ എനിക്ക് കാണാൻ അറിഞ്ഞൂടെ? ശരി പോട്ടെ അനു, ലീവ് ഇറ്റ്. ഇതാ, ശരിക്കും നിനക്ക് വല്ല വർക്ക് ഉണ്ടെങ്കിൽ അത് നോക്ക്. ഇതാ നിന്റെ ലാപ്ടോപ്പ്. അയ്യോ, സോറി ഗായു. ഗായു, എന്താടി? രാത്രി അങ്ങനെ സംഭവിച്ചാൽ സോറിയടി. എന്താടി ഇത്? അതൊന്നും സാരമില്ല, നീ ഫ്രീ ആയിട്ടിരിക്കും. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാനിന്ന് വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ നവീന് 2 കൊടുത്തേ പറ്റൂ. മെയില് റീചെക്ക് ചെയ്യാണ്ട് അങ്ങനെ അയച്ചു കൊടുത്തിരിക്കുക. ശരിടി, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. അയ്യോ, തെറ്റ് ചെയ്തല്ലോ. ഇനി ഇങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല. അയ്യോ, സമയായല്ലോ. അവള് പറഞ്ഞത് ശരിയാ, ഇങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ലായിരുന്നു. ഇത് കണ്ടിട്ട് ഗായത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കില്ലേ? ശ്വേതയോ? ഇവള് ഫോൺ ചെയ്താലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അയ്യോ, അവള് തന്നെ.
അയ്യോ, ഇവൾ എന്തിനാ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നത്? വോയിസ് മെസ്സേജ് ആണല്ലോ അയച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എടി എന്തുപറ്റി? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അത്രയ്ക്ക് ബിസിയാണോ? നിനക്ക് ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആടി, കണ്ടു നോക്ക്, കണ്ട് എൻജോയ് ചെയ്യ്. ഇവളൊരുത്തി അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. ഓൺലൈനിൽ കണ്ട അവള് വെറുതെ വിടില്ല. ഇത് അങ്ങനെ തന്നെ വെച്ചേക്കാം. അയ്യോ, അയ്യോ, ഇവളാണെങ്കി എന്റെ മൂഡ് മാറ്റുവാണല്ലോ. ഗായു ഇവിടെ ഇല്ലല്ലോ. ഒന്നെടുത്ത് നോക്കിയാലോ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. കണ്ടു നോക്കിയാലോ? അയ്യോ, വേണ്ട വേണ്ട. ഒരു പ്രാവശ്യം കണ്ടാലോ? എന്നാ പിന്നെ കാണാം. കാണണോ വേണ്ടയോ? ഈ ഒരു പ്രാവശ്യം കൂടി കണ്ടാലോ? ഗായു വരുമ്പോഴേക്ക് ഈ വീഡിയോ മാത്രം കണ്ടേക്കാം. ഇതിനു മേലെ എന്നെ കൊണ്ട് പറ്റില്ല സാമി. അയ്യോ, എന്തുപറ്റി? പെട്ടെന്ന് ലാപ്ടോപ്പ് ഓഫായല്ലോ. ഈ നേരത്തെ ആരായിരിക്കും വിളിക്കുന്നത്? ഹലോ ഹലോ, നിങ്ങൾ അനുശ്രീയാണോ? പറയൂ. ഹലോ അനുശ്രീ, ഞാൻ ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇൻസ്പെക്ടർ സന്ദീപാണ് സംസാരിക്കുന്നത്. പോലീസോ? ആ അതെ. ഏയ്, നുണ പറയല്ലേ. ആരാ പ്രാങ്ക് ചെയ്യുന്നത്? കമലേഷ് അല്ലേ? ഹലോ, ഞാൻ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പ്രാങ്ക് ആണെന്നാണ് പറയുന്നത്? നിങ്ങൾ എന്താ കളിയാക്കാണോ? ഏയ്, എനിക്കറിയാം നിങ്ങൾ പ്രാങ്ക് ചെയ്യല്ലേ കമലേഷ്. വോയിസ് ഇങ്ങനെ മാറ്റി സംസാരിക്കൊന്നും വേണ്ട. ഹലോ അനുശ്രീ, ഞാൻ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒന്നുകിൽ മഹേഷ്, അല്ലെങ്കിൽ ഭൂപതി, അല്ലെങ്കിൽ അശോക്. ഈ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങള്. ഹലോ എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് ആരാണെന്ന് പറഞ്ഞോ. ഇങ്ങനൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വരും, അതൊന്ന് അറ്റൻഡ് ചെയ്യും. ഏയ്, അപ്പോൾ എനിക്ക് സത്യം മനസ്സിലാവും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഫോണ് വെക്ക്. ഹലോ, എന്താ ഇത്? ലാപ്ടോപ്പ് ഹാങ് ആയല്ലോ. ഓപ്പൺ ആവുന്നില്ലല്ലോ. വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോള് വരുന്നു. ഹലോ ഹലോ അനുശ്രീ, നിങ്ങളുടെ അച്ഛന്റെ പേര് രാജശേഖർ, അമ്മയുടെ പേര് കമലാക്ഷി, നിങ്ങളുടെ ബ്രദറിന്റെ പേര് മുരളി, നിങ്ങളുടെ സിസ്റ്ററിന്റെ പേര് പ്രിയ, ശരിയല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് അഡൽട്ട് മൂവി കാണാറുണ്ടല്ലേ, ശരിയല്ലേ? ഞാൻ ആ കാര്യം സംസാരിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. അയ്യോ, ആരാണെന്ന് അറിയില്ലല്ലോ. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വിളിച്ചു പറഞ്ഞാലോ? എന്താ ഇപ്പൊ ചെയ്യ? ഞാൻ ആ ഗായത്രി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യോ, കോളും പോകുന്നില്ലല്ലോ. ഫോണിന് എന്തു പറ്റി? അയ്യോ, വീണ്ടും അതേ നമ്പറിൽ നിന്നാണല്ലോ കോൾ വരുന്നത്. ഹലോ, നിങ്ങൾ എന്താണ് കോൾ കട്ട് ചെയ്യുന്നത്? ഇനി ഒരു പ്രാവശ്യം കൂടെ കോൾ കട്ട് ചെയ്താൽ നിങ്ങളുടെ വീടിന് മുമ്പ് പോലീസുകാർ വന്ന് നിൽക്കും, അത് മറക്കണ്ട. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളിലാണുള്ളത്. ആർക്കൊരു ഫോൺ പോലും ചെയ്യാൻ കഴിയില്ല.
IP അഡ്രസ് വെച്ച് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഒരു വീഡിയോ കോൾ വരും. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. അയ്യോ, ഫോണ് കട്ടായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാ? അനുശ്രീ, ഞാൻ പറയുന്നത് കേൾക്കൂ. ലാസ്റ്റ് 6 മന്തിൽ അഡൽസ് മൂവി കണ്ട ആൾക്കാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഷെയറും ചെയ്തിട്ടുണ്ട്. സർ, സോറി സർ, അറിയാതെ ചെയ്തതാണ്. ദയവ് ചെയ്ത് എന്നോട് വെയിറ്റ് അനുശ്രീ, പറയുന്നത് മുഴുവൻ കേൾക്കൂ. അഡൽസ് മൂവി കണ്ട ആൾക്കാരുടെ ലിസ്റ്റില് നിങ്ങളുടെ പേരുണ്ട്. ഇതുവരെയായിട്ടും ഞങ്ങൾ ലേഡീസിന്റെ പേരിൽ FIR ഫയൽ ചെയ്തിട്ടില്ല. സോ ഇപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്ലീസ് കോപ്പറേറ്റ്. സാർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം സാർ. സാർ, ഞാൻ എന്തോ അറിയാതെ ചെയ്തതാ സാർ. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും സാർ. എന്റെ ഫാമിലിക്ക് ഇതറിഞ്ഞാൽ നാണക്കേടാണ് സാർ. എന്റെ ഫ്യൂച്ചർ തന്നെ സ്പോയിൽ ആവും സാർ. പ്ലീസ് സാർ. ഓക്കെ അനുശ്രീ, നിങ്ങൾ എന്ന് മുതലാണ് അഡൽസ് മൂവി കാണാൻ തുടങ്ങിയത്? നോക്ക് അനുശ്രീ, നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്ക് ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സത്യം മറക്കാതെ പറയണം. അത് മുഖാന്തരമേ നിങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. സോ പ്ലീസ് പറയൂ. സാർ, അത് കോളേജിൽ പഠിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് സാർ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാ സാർ കാണുന്നത്. തെറ്റാണെന്ന് അറിയാം സാർ. ഇനി കാണില്ല സാർ. ദയവ് ചെയ്ത് രക്ഷിക്കും സാർ. നോക്ക് അനുശ്രീ, ഈ കേസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കോർട്ട് വരെയും ഓൾ ഫയൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം വലിയ ഇഷ്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളാണെങ്കിൽ അവിടെ കൂളായിട്ട് മറുപടി പറയുന്നു. അയ്യോ, അങ്ങനെയൊന്നുമല്ല സാർ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല സാർ. എന്റെ ലൈഫ് സ്പോയിൽ ആവും സാർ. പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക് സാർ. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ള ഭാവത്തിൽ ഇംഗ്ലീഷിൽ കുറെ ഡയലോഗ് അടിച്ച് പുറത്ത് ഭയങ്കര ഡീസന്റ് ആണെന്ന് അഭിനയിച്ച് എല്ലാ കുറ്റങ്ങളും ചീത്ത കൂട്ടുകെട്ടിൽ ചേർന്ന ശേഷം സാർ ഇങ്ങനെ ആയത്. സാർ, ഞാൻ നല്ല പെണ്ണാ സാർ. ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് കേസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് മാത്രം ചെയ്യണം. മനസ്സിലായോ? സാർ, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. ഇപ്പോ ഞാൻ ജഡ്ജിക്ക് വീഡിയോ കോൾ കണക്ട് ചെയ്യാം. ഇപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞ് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഈ കേസ് ക്ലോസ് ചെയ്യും. ഓക്കേ? ശരി സാർ. ഓക്കെ സർ. ഹലോ അനുശ്രീ, നിങ്ങളുടെ കേസിനെ കുറിച്ച് സന്ദീപ് നിറയെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക് എല്ലാം ഈ അഡൽട്ട് മൂവിയെ കുറിച്ച് നല്ലവണ്ണം അറിയാം. ഷെയർ ചെയ്യുന്നുമുണ്ട്. ആ വെബ്സൈറ്റ് ഗവൺമെന്റ് മുഖേന ഞങ്ങൾ ലോക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അത് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങളാണ് ടോപ്പിലിരിക്കുന്നത്. അയ്യോ, ഞാനാണല്ലോ ഇപ്പൊ ടോപ്പിലുള്ളത്. സോ ഈ കേസിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ചില ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ആർ സേഫ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ അനുശ്രീ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഇത് കോടതിയെ അപമാനിക്കലാണ്. സാർ, സാർ, ഞാൻ വല്ലാതെ പേടിച്ചു സാർ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും സാർ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. അറിയാതെ ചെയ്തതാണ് സാർ. ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല സാർ. ഇനി ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല. പക്ഷേ ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കൂടിയല്ലേ തീരൂ. നിങ്ങൾ അറിയാതെ എത്ര പേർ വീഡിയോ കാരണം നശിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇനിയെങ്കിലും നന്നായിരിക്കാൻ നോക്കൂ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാർ. സന്ദീപ്, ഈ സ്ത്രീയെ കാണുമ്പോ ഏതോ ഡിപ്രഷൻ കാരണം ഹോർമോൺസ് ചേഞ്ച് ആയിട്ട് അഡൽട്സ് മൂവീസ് എല്ലാം കാണുകയാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ അതിനെ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. സോ FIR ഒന്നും ഫയൽ ചെയ്യണ്ട. ഓക്കെ സർ. അനുശ്രീ, കാര്യം മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ? സാർ, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, നാളെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരും. അത് ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ? ഓക്കെ സാർ, ഞാൻ ചെയ്തോളാം. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, എങ്കിൽ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ കോർട്ട് ഫീസ് 1,18,000 ആകും. ഇപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ വരും. അതിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഞാൻ സൈൻ ചെയ്തേക്കാം. ഓക്കെ? 1 lakh? അയ്യോ, അത്രയും പൈസ എന്റെ അടുത്ത് ഇല്ല. അനുശ്രീ, നിങ്ങളുടെ കേസ് ഞങ്ങളുടെ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഉടൻ തന്നെ 75K സ്റ്റേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മണി ക്രെഡിറ്റ് ആയ ഉടനെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യും.
സാർ, അത്രയും പൈസയോ? അത്രയും പൈസക്ക് ഞാൻ എവിടെ പോവാനാ സാർ? സന്ദീപ്, what is this? കോടതിയിൽ കേസ് വന്നിരിക്കുക. ഇവർ പണം കെട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ? ഇവരെയാണോ നിങ്ങൾ പാവം എന്ന് പറയുന്നത്? സർ, 1 മിനിറ്റ് സർ. അനുശ്രീ, ഡോണ്ട് യു ഹാവ് എ സെൻസ്? കോർട്ട് വരെ കേസ് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇല്ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കില്ലെന്നാണല്ലോ പറയുന്നത്. മര്യാദയ്ക്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അയ്യോ പ്ലീസ് സാർ, അങ്ങനെയൊന്നും ചെയ്യല്ലേ സാർ. എന്റെ ലൈഫ് സ്പോയിൽ ആവും. പ്ലീസ് സാർ. എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് നിങ്ങൾ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യും. ഈ കേസിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത 15 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾക്ക് അടുത്ത കേസ് ഫയൽ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സാർ 1 മിനിറ്റ് സാർ, ഞാൻ എവിടുന്നെങ്കിലും ശ്രമിച്ചു നോക്കാം സാർ. അയ്യോ, ഈ പൈസ ഉപയോഗിച്ചല്ലേ പണയം തിരിച്ചെടുക്കാനിരുന്നത്. കൂടാതെ അനിയത്തിയെ പഠിപ്പിക്കാനും ഇരുന്നതല്ലേ. ചേർത്ത് വെച്ച കാശൊക്കെ ഇങ്ങനെ പോകുന്നല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? സാർ പ്ലീസ് സാർ, എന്റെ അടുത്ത് വേറെ കാശൊന്നും ഇല്ല സാർ. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം പ്ലീസ് സാർ. ഓക്കെ അനുശ്രീ, ഈ കേസിന്റെ ക്ലോസിംഗ് ലെറ്റർ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ സാർ, വളരെ നന്ദി സാർ. എന്നാ ഞാൻ വെക്കട്ടെ സാർ. ഒരു മിനിറ്റ്. എന്തിനാ ധൃതി പിടിക്കുന്നേ? വെയിറ്റ്. ഈ കേസ് ഇത് മാത്രം പുറത്തിറങ്ങിയാൽ മതിയോ? വീണ്ടും ഇതുപോലത്തെ കേസിൽ പെടാതിരിക്കുകയും വേണ്ടേ? എന്താ സാർ പറയുന്നത്? ലെറ്റർ അയക്കുന്നല്ലേ പറഞ്ഞത് ഇപ്പോ? അനു, ഈ കേസിന്റെ ഫോർമാലിറ്റി ലെറ്ററിന് ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് സർവേയിൽ എടുത്താൽ അപ്പോഴും നിങ്ങളുടെ പേര് വരാൻ പാടില്ലല്ലോ. അതെ സാർ. അതിനൊരു ഫോം ഉണ്ട്, അത് ഫിൽ ചെയ്തിട്ട് ഫയൽ ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഡൽട്ട് മൂവി കാണുന്നവരുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേര് എന്നേക്കുമായി നീക്കം ചെയ്തേക്കും. ഓക്കെ? ശരി സാർ, ഓക്കെ. ഞാൻ ആ ഫോം ഫിൽ ചെയ്തേക്കാം. അതിനു മുൻപായിട്ട് നിങ്ങളുടെ ബോഡി വെരിഫിക്കേഷൻ ചെയ്യണം. ബോഡി വെരിഫിക്കേഷനോ എന്ന് പറഞ്ഞാ എന്താ സാർ? നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ മറുകുകളും പാടുകളും ഉണ്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് എഴുതണം. ശരി സാർ, ഞാൻ പറയാം സാർ. സാർ, എനിക്ക് ഇവിടെ ഒരു കാക്കാപ്പുള്ളിയുണ്ട്, ഇവിടെ ഒരു തഴമ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു കാക്കാപ്പുള്ളിയുണ്ട്, പിന്നെ കാലില്. അനു, അങ്ങനെയല്ല. നിങ്ങളുടെ ഡ്രസ് റിമൂവ് ചെയ്താൽ ഞങ്ങൾ എന്നെ നോക്കി കൺഫേം ചെയ്തോളാം. എന്തിനാ സാർ ഡ്രസ് റിമൂവ് ചെയ്യാൻ പറയുന്നത്? യെസ് അനു. സാർ, അതൊന്നും വേണ്ട സാർ. പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക് സാർ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ സന്ദീപ് ഇത് നിങ്ങളുടെ വെരിഫിക്കേഷനാ. നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. വേണ്ടത് ചെയ്യൂ. നാളെ ഇതേ പേരിൽ വേറൊരു സ്ത്രീ വന്നാൽ ഈ കേസൊക്കെ അവരുടെ പേരിലാവില്ലേ? അപ്പൊ ഇല്ലീഗലായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിയ ഇഷ്യൂ ആയി മാറും. വേഗം വേണ്ടത് ചെയ്യൂ, ഇല്ലെങ്കിൽ നമ്മളും കുടുങ്ങും. ഒരു മിനിറ്റ് സാർ. അനു, സാറ് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അവസാനം ഞങ്ങളുടെ പണി ഇല്ലാതാവണമെന്നാണോ പറയുന്നത്? അനുസരിക്കേ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ, ഞാൻ എങ്ങനെയാ സാർ അതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണെന്നോ? അതെങ്ങനെയാണെന്ന് ഞാൻ എന്റെ ഡ്രസ് അടിച്ച് കാണിച്ചു തരാം. അനു, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഈ കേസ് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അടുത്ത കേസിന്റെ പുറകെ പോകും. നിങ്ങൾ ഫൈൻ അടച്ചതും വേസ്റ്റ് ആകും. ഈ കേസ് അങ്ങനെ തന്നെ നിൽക്കും. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, ശരി സാർ, ഞാൻ ചെയ്യാം. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കും സാർ, പ്ലീസ് സാർ. ഓക്കെ, നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യാം. കോപ്പറേറ്റ് ചെയ്തതിന് വളരെ നന്ദി. സാർ, ആ ഫോം ഒന്ന് തന്നെങ്കിൽ ഞാൻ ഫില്ല് ചെയ്ത് തന്നേക്കാം സാർ.
അനുശ്രീ, നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഡോണ്ട് വറി. ഓക്കെ? അയ്യോ, കട്ട് ചെയ്തല്ലോ അവര്. അയ്യോ, ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത്. ഇനി ഞാൻ എന്താ ചെയ്യ ദൈവമേ. ഗായുവിനെ വിളിച്ചിട്ട് നടന്നതൊക്കെ ആദ്യം പറയാം. ഹലോ, പറയടി. ഗായു, ഗായു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തടി. നീ എന്തിനാ കരയുന്നേ? എന്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞടി. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലടി. എന്റെ മാനം തന്നെ പോയടി. എന്റെ മാനം തന്നെ പോയടി. ഇല്ലടി, ഞാൻ എല്ലാം ഡെലീറ്റ് ചെയ്തടി. പക്ഷെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടി. ഇതിപ്പോ തന്നെ നമുക്ക് സൈബർ ക്രൈമിൽ കംപ്ലൈന്റ് ചെയ്യണം. നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം. ലേറ്റ് ആകല്ലേ, വേഗം വരണം. ശരിയടി, ഞാൻ ഇപ്പൊ വരാം.